സംഘം വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായി പരാതി. നരിക്കുനി സ്വദേശി റഹീസിന്റെ വീട്ടിലാണ് അതിക്രമം നടന്നത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ അക്രമികൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കൊടുവള്ളി പോലീസ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് 3 അംഗ സംഘം നരിക്കുനി സ്വദേശി റഹീസിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചെത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്. വിവാഹമോചിതയായ റഹീസിന്റെ സഹോദരൻ റമീസും ഭാര്യ വീട്ടുകാരുമായി 2 വർഷം മുന്നേ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഭാര്യ വീട്ടുകാർക്കെതിരെ കോടതിയിൽ നടക്കുന്ന കേസുകൾ ഒത്തുതീർപ്പിന് തയ്യാറാകണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റമീസ് തയ്യാറായിരുന്നില്ല. ഇതിന് തടസ്സം നിൽക്കുന്നത് റഹീസാണ് എന്നാരോപിച്ചാണ് വീട്ടിലേക്ക് കൊട്ടേഷൻ സംഘത്തെ അയച്ചതെന്നാണ് റഹീസ് പറയുന്നത്. മുമ്പത്തെ ഭാര്യയുടെ ആങ്ങളെയും വാപ്പയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് നിങ്ങൾ കോംപ്രമൈസ് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഭവിഷ്യത്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പിന്നെ 4-5 ദിവസമായി ഞാൻ എന്നെ ഫോളോ ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് തട്ടിച്ചാൽ പിന്നെ ജീവൻ എടുക്കാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോംപ്രമൈസ് ആക്കാൻ ഞാൻ ഒരുക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ താടി ഒന്നുമില്ലാത്തൊരു മീശ മാത്രം വെച്ചൊരു ആളുണ്ടായിരുന്നു. അയാൾ അരിന്ന് തോക്കെടുത്ത് ചൂണ്ടി. കഴിഞ്ഞ ഏതാനും ദിവസമായി റഹീസിനെ സംഘം ഇരുചക്ര വാഹനങ്ങളിൽ പിന്തുടർന്നിരുന്നുവെന്നും പറയുന്നു. അക്രമി സംഘത്തിലുള്ള ഒരാൾ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഭയന്നുപോയ വീട്ടുകാർ ഉച്ചത്തിൽ ബഹളം വെച്ചതോടെ നാട്ടുകാർ കൂടുമെന്ന് ഭയന്ന് അക്രമികൾ സംഭവസ്ഥലത്ത് നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ടു. തോക്കെടുത്ത് ചൂണ്ടയും പിന്നെ കഴുത്തിലൊക്കെ പിടിച്ച് പാപ്പനെയും മോനെയും കൂടി നിലത്ത് തള്ളിയിട്ടാൽ ഞാൻ വിളിച്ച് നിലവിളിച്ച് എല്ലാവരെയും ആരും അങ്ങനെ 2 ചെറിയ കുട്ടികൾ കുണ്ടന്മാരുണ്ടായിരുന്നു. ഓടി വന്ന് അങ്ങനെ പിന്നെ ഇവരറിഞ്ഞ് ഓടിക്കാഞ്ഞു. സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ ആരാണെന്നതിനെ കുറിച്ച് നിലവിൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.